തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഉമ്മാ തോമസിൻ്റെ അവസ്ഥയിൽ നേരിയ പുരോഗതി വന്നിരിക്കുന്നു. ഇന്നലെ കൈകാലുകൾ ചലിപ്പിച്ചു, കണ്ണ് തുറക്കാൻ ശ്രമിച്ചു, ഇന്ന് ശരീരം കൂടി ചലിപ്പിച്ചു എന്നതിൻ്റെ വാർത്ത വരുന്നത്. അതിനിടയിലാണ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് അവരുടെ ഫേസ്ബുക്ക് അഡ്മിൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ റിനെ മെഡിസിറ്റിയുടെ മുന്നിലാണല്ലോ താങ്കളുള്ളത്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? SK നിലവിലിപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഉമാ തോമസ് MLA ചികിത്സാ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഇന്നലത്തേതിൽ നിന്ന് എത്രത്തോളം പുരോഗതി ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ അതിനു മുൻപ് തന്നെ ഉമാ തോമസ് MLA ഇന്ന് മകനോടും അവിടെ ഉണ്ടായിരുന്നവരോടും ന്യൂ ഇയർ ആശംസകൾ പറഞ്ഞു, മറ്റുള്ളവർക്ക് ആശംസകൾ അറിയിക്കാനും പറഞ്ഞു എന്നുള്ളത് അവരുടെ അഡ്മിൻ ഗ്രൂപ്പിലാണ് ഇന്ന് ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റായി പങ്കുവച്ചിരിക്കുന്നത്. കൈകാലുകൾ ചലിപ്പിക്കുന്നുണ്ട്, ശരീരം അനക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് നിലവിൽ ഗുരുതരാവസ്ഥയിലാണെങ്കിലും വലിയ പുരോഗതി ഉമാ തോമസ് MLAക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെയും ഡോക്ടർമാർ അത് പറഞ്ഞിരുന്നു. വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് ഓരോ ദിവസവും കുറച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. ശ്വാസകോശത്തിനേറ്റ പരിക്കാണ് കുറച്ചുകൂടി ഭേദമാകാനുള്ളത്. അതിൻ്റെ നിരീക്ഷണത്തിലാണ്. ന്യൂമോണിയൊക്കെ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ പുരോഗതി ഉണ്ടാകുന്നു. അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഡോക്ടർമാർ തന്നെ പങ്കുവെക്കും. SK. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ.